ഇനി നമുക്ക് സബ്ജക്റ്റ് വേർബ് ബി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ. ഐക്ക് ശേഷം ആം ആണ് വരിക അല്ലേ. ആമിന് അതിൻ്റെ ഉദാഹരണം പറയുകയാണോ, ഐ ആം ടയേർഡ്. ഓക്കെ, ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഐ വാസ് ടയേർഡ്. ഓക്കെ, ഇനിയിപ്പം ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണെങ്കിൽ വി ആണ് അല്ലേ. അപ്പോൾ വിക്ക് ശേഷമുള്ള വേർബ് ആറാണ്. ഓക്കെ, അതിൻ്റെ ഉദാഹരണത്തിന് വി ആർ കോൺഫിഡൻറ്റ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ വി വേർ കോൺഫിഡൻറ്റ്, അങ്ങനെയാണ് പറയുക. ഓക്കെ, ഇനി സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും യു ആണ് അല്ലേ. യുവിന് ശേഷം വരുന്ന വെർബ് ആറ്. ഓക്കെ, അപ്പം യു ആർ കോൺഫിഡൻറ്റ്. ഓക്കെ, ഇത് പാസ്റ്റ് ടെൻസിലാണ് വരുന്നതെങ്കിൽ യു വേർ കോൺഫിഡൻറ്റ്, അങ്ങനെയാണ് പറയുക. ഓക്കെ, ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഓക്കെ ഹി. ഓക്കെ, ഹീക്ക് വരുന്ന വേർബ് ഹി ഈസ് ബ്രേവ്. ഓക്കെ, ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ ഫെമിനൈൻ ജെൻഡർ ആണെങ്കിൽ ഷീ അല്ലേ. ഷീക്കുള്ള വേർബ് ഈസ് ആണ് അല്ലേ. അതേപോലെ ഹീ പോലെ തന്നെ ഈസ് ആണ്. അപ്പോൾ ഷീ ഈസ് ബ്രേവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഷീ വാസ് ബ്രേവ് എന്നാണ് പറയുക. ഓക്കെ, ഇനി തേർഡ് പേഴ്സൺ സിംഗുലറിന് ഇറ്റിനുള്ള വെർബ് ഈസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് അമേസിങ്. ഇതിന് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇറ്റ് വാസ് അമേസിങ്. ഓക്കെ, ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണെങ്കിലോ തേർഡ് പേഴ്സൺ പ്ലൂറൽ ദേ അല്ലേ. അപ്പോൾ ദേക്കുള്ള വേർബ് ആർ എന്നാണ്. ഓക്കെ, ദേ ആർ ബ്രേവ്. ഇനിയിപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ ദേ വേർ ബ്രേവ്. ബാക്കി ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ.